ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഇതിപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊരു ഗ്ലാസ് കുത്തരി എടുത്തിട്ടുണ്ട് കേട്ടോ. കുത്തരി എന്ന് പറഞ്ഞാൽ നമ്മൾ മട്ട അരിയൊക്കെ ഇല്ലേ, മട്ട അരിൻ്റെ ആ നുറുക്കില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 1.5 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനിപ്പോൾ ഒന്ന് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് വരണം കേട്ടോ, എന്നാലാണ് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവോ. അരിയൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ 5-6 ശർക്കര ഇവിടെ ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര വേണം അത്രയും എടുക്കട്ടോ. ഇതിന് കുറച്ചധികം തന്നെ ശർക്കര വേണം, എന്നാലാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ വെന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ട് നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കുറുകി വരണം ഈ ഒരു റെസിപ്പിക്ക്. നല്ലോണം ഒന്ന് കുറുകി വന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അരി നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ശർക്കര ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അരി പോലെ തന്നെ ആയിട്ട് വരും കേട്ടോ. നല്ലോണം വേവിച്ചെടുക്കണം, എന്നാലാണ് നമ്മൾ ശർക്കര ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കുക. കുറച്ച് തുളസി ഇല ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ കറക്റ്റ് പാകത്തിനുള്ള ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. തുളസിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് രണ്ടാമത് ഇളക്കി കൊടുക്കുക കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ട് വരും കേട്ടോ. തുളസിൻ്റെ ഇലൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തിയിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഇതേപോലെ നല്ല നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടിയ നല്ല നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ളത് കുറേയൊന്നും വേണമെന്നില്ല, കുറേശ്ശെ ഇടയിൽ കൂടിയ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടണം. നമ്മളെ വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് കേട്ടോ. കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്.